ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ജംഷീർ ക്ലാസ്സസ്. നമ്മൾ ഇന്നത്തെ ലെക്ചർ നമ്പർ 6 ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന ഇഷ്യൂ ഷെയർസും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ജേണൽ എൻട്രീസിന്റെ മറ്റൊരു ആഡ് ഓൺ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോ രാറ്റ ബേസിസ്. നമ്മൾ ആദ്യം ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന നോർമൽ ജേണൽ എൻട്രീസ് പറഞ്ഞു. ഷെയർസ് ഇഷ്യൂ ചെയ്തതിനു ശേഷം നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് ഒരു ആഡ് ഓൺ ചെയ്തു, പിന്നെ കോൾസ് ഇൻ അഡ്വാൻസ് ആഡ് ഓൺ ചെയ്തു, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസസ് പറഞ്ഞു, പിന്നെ തിയറീസും കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോരാറ്റ അലോട്ട്മെന്റ്, പ്രോരാറ്റ ബേസിസ് മെത്തേഡിൽ നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷനെ എങ്ങനെയാണ് നമ്മൾ അലോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കുന്നത്. കുറെ പേർക്ക് പ്രോരാറ്റ കേൾക്കും തന്നെ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണ് പ്രോരാറ്റന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ അഗ്രി ചെയ്യുന്നില്ലേ? പക്ഷേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും പ്രോരാറ്റ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അതിന്റെ കൺസെപ്റ്റ് എന്താണ് പ്രോരാറ്റ എന്നതിന്റെ മീനിങ് ഒന്നും എന്തെയില്ല, കുറെ പേർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആണ്. പ്രോരാറ്റന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആ പഠിച്ച മോഡലിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണോ ഈ പഠിച്ച മോഡൽ തന്നെയാണോ എന്ന് കമ്പയർ ചെയ്തിട്ടാണ് നോർമലി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. പക്ഷെ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ പ്രോരാറ്റ ബേസിസ് അലോട്ട്മെന്റ് പഠിച്ചു പോകാം. ഓക്കെ, നോർമലി നമ്മളൊരു ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വി വിൽ ഹാവ് 3 സിറ്റുവേഷൻസ്. നമ്മൾ ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു 1 lakh നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്തു. സോ 1 lakh നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്താൽ നമുക്ക് 3 പോസിബിലിറ്റീസ് മാത്രമേ ഉണ്ടാവുക. ഒന്ന്, നമുക്ക് 1 lakh നമ്പർ ഓഫ് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ 90,000 നമ്പർ ഓഫ് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ 1,10,000 നമ്പർ ഓഫ് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യും. ഈ 10,000 കുറയുന്ന കാര്യമല്ല, അതായത് എത്രയാണോ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്തത് അത് കംപ്ലീറ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ആയിട്ടില്ല, അതായത് അണ്ടർ സബ്സ്ക്രിപ്ഷൻ, അതാണ് അതിന്റെ ടേം. ഇപ്പോ ഓവർ സബ്സ്ക്രിപ്ഷൻ. സോ 2 സിറ്റുവേഷൻസിൽ അണ്ടർ സബ്സ്ക്രിപ്ഷന്റെ സിറ്റുവേഷനിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ഓവർ സബ്സ്ക്രിപ്ഷനിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നോർമൽ 1 lakh നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്തു, 1 lakh നമ്പർ ഓഫ് ഷെയർസ് തന്നെയാണ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എങ്കിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്ത് ചെയ്യുക, 1 lakh നമ്പർ ഓഫ് ഷെയർസ് തന്നെ അലോട്ട്മെന്റ് ചെയ്ത്, അപ്ലിക്കേഷൻ ആണല്ലോ നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടാവുക, അതിനുശേഷം അലോട്ട്മെന്റ് ചെയ്യുക, കോൾ ചെയ്യുക, അങ്ങനെ വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. പക്ഷെ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആവുന്ന സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഇത്ര മിനിമം നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ചില സെക്ഷനിൽ പറയുന്നുണ്ട്, അത് നമുക്ക് പറയാം, ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ്. വെൻ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്തു, ഷെയർസ് ഇഷ്യൂ ചെയ്തതിനേക്കാളും കൂടുതൽ നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് 2 സിറ്റുവേഷൻസ് ഉണ്ടാവും. 2 സിറ്റുവേഷൻസ് എന്ന് മാത്രമല്ല, നമ്മൾക്ക് 2 സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഹാൻഡിൽ ചെയ്യാം. ഒന്നാമത്തെ സിറ്റുവേഷൻ, റീഫണ്ട് ദ എമൗണ്ട്. രണ്ടാമത്തെ സിറ്റുവേഷൻ, പ്രോ രാറ്റ അലോട്ട്മെന്റ്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള 2 അഡ്ജസ്റ്റ്മെന്റ്സ്. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, റീഫണ്ട് ചെയ്യാം, നമുക്ക് ഓവർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന സബ്സ്ക്രിപ്ഷൻ നമുക്ക് റീഫണ്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രോരാറ്റ ബേസിസിൽ അലോട്ട്മെന്റ് ചെയ്യാം. ഈ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്ന സമയത്ത് റീഫണ്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്തായിരുന്നു. റീഫണ്ട് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്ത സമയത്ത് റീഫണ്ട് ചെയ്യുന്ന എങ്ങനെയായിരുന്നു? അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എന്നായിരുന്നു ജേണൽ എൻട്രി. റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ബാങ്ക്, അത് അവിടെ തീർന്നു. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ പ്രോരാറ്റ അലോട്ട്മെന്റ് നമ്മൾ അറിയത്തില്ല, ചെയ്തിട്ടില്ല. ഈ പ്രോരാറ്റ എന്നതിന്റെ ആക്ച്വൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ, പ്രോരാറ്റ ബേസിസിന്റെ മീനിങ് ഡിവൈഡിങ് അല്ലെങ്കിൽ അലോക്കേറ്റിംഗ് സംതിങ് ഇൻ എ പ്രൊപ്പോർഷൻ. സോ നമ്മളൊരു പ്രൊപ്പോർഷനെ ബേസ് ചെയ്തിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോരാറ്റ മെത്തേഡ് അല്ലെങ്കിൽ പ്രോരാറ്റ ബേസിസ് എന്ന് പറയുന്നത്. നമ്മൾ കയ്യിലുള്ളത് ഒരു പ്രത്യേക ക്വാണ്ടിറ്റീനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രത്യേക ടൈമിനെ ബേസ് ചെയ്തിട്ടോ നമ്മൾ എന്ത് ചെയ്യും, പ്രൊപ്പോർഷൻ ചെയ്യുന്നതിനാണ് പ്രോരാറ്റ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് വേർഡ് മീനിങ്. ഇനി നമ്മൾ ഷെയർസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം എന്താണ് പ്രോരാറ്റ അലോട്ട്മെന്റ് എന്നുള്ളത്. വിത്ത് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പോവാം. നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്ലിക്കേഷൻ മണിയായിട്ട് 2 rupees കിട്ടി, അലോട്ട്മെന്റ് മണിയായിട്ട് 3 rupees കിട്ടി, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആയിട്ട് 5 rupees. പ്രീമിയം എമൗണ്ട് ഒക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ മൊത്തം എത്ര എമൗണ്ട് ആയി? 10 രൂപ. സോ 10 രൂപയാണ് നമ്മൾ ഫേസ് വാല്യൂ. അപ്ലിക്കേഷൻ സമയത്ത് 2 രൂപ,
അലോട്ട്മെന്റ് സമയത്ത് 3, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആയിട്ട് 5 രൂപ. അങ്ങനെ 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നമ്മൾ പേയ്മെന്റ് വാങ്ങുന്നത്. കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 10 lakh നമ്പർ ഓഫ് ഷെയർസ് ആണ്. 10 lakh നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്തു. നമ്മള് അപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 20 lakh നമ്പർ ഓഫ് ഷെയർസ് ആണ് അപ്ലിക്കേഷൻ മണി ആയിട്ട് റിസീവ് ചെയ്തത്. 10 lakh ആണുള്ളത്, നമുക്ക് കിട്ടിയത് 20 lakh നമ്പർ ഓഫ് ഷെയർസിന്റെ അപ്ലിക്കേഷൻ മണിയാണ്. ഓക്കെ, അപ്ലിക്കേഷൻ മണി ആയിട്ട് കിട്ടിയത് 20 lakh നമ്പർ ഓഫ് ഷെയർസ് ആണെങ്കിൽ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? 2 rupees അല്ലേ അപ്ലിക്കേഷൻ മണി? 20 lakh അല്ലേ നമ്മൾ അപ്ലിക്കേഷൻ കിട്ടിയത്? അപ്പൊ 20 lakh into 2 rupees 40 lakh rupees നമ്മുടെ കയ്യിലുണ്ടാവും. സോ 40 lakh rupees നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന എല്ലാ അപ്ലിക്കേഷൻസും നമുക്ക് എല്ലാ ഷെയർസും അലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കാരണം നമുക്ക് മാക്സിമം ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എത്ര മാത്രമാണ്? 10 lakh നമ്പർ ഓഫ് ഷെയർസ്. കാരണം നമ്മൾ 10 lakh നമ്പർ ഓഫ് ഷെയർസ് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളൂ? ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. ഇഷ്യൂ ചെയ്തത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഷെയർ ഹോൾഡേഴ്സിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഇഷ്യൂ ചെയ്തതിനേക്കാളും കൂടുതൽ നമ്പർ ഓഫ് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാ? നമുക്ക് ഒന്നെങ്കിൽ റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് റിജക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റീഫണ്ട് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 5 lakh നമ്പർ ഓഫ് ഷെയർസ്. ഇപ്പൊ 20 lakh നമ്പർ ഓഫ് ഷെയർസ് 40 lakh rupees കിട്ടി. 5 lakh നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 2 10 lakh rupees നമ്മൾ എന്ത് ചെയ്തു? റീഫണ്ട് ചെയ്തു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ 40 lakh rupees ഉള്ളത്. ശരിക്കും നമ്മൾ 10 lakh നമ്പർ ഓഫ് ഷെയർസ് ആണ് അലോട്ട് ചെയ്യുന്നതെങ്കിൽ 10 lakh into 2 rupees എന്ന് പറയുന്നത് എത്രയാണ്? 20 lakh ആണ് ശരിക്കും കിട്ടേണ്ടിയിരുന്നത്. ഇപ്പൊ കിട്ടിയത് എത്രയാണ്? 40 lakh. ഈ 40 lakhൽ നിന്ന് നമ്മൾ 5 lakh നമ്പർ ഓഫ് ഷെയർസിന്റെ അലോട്ട്മെന്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലിക്കേഷൻ മണി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റീഫണ്ട് ചെയ്യുന്നുണ്ട്. ബാക്കി നമ്മുടെ കയ്യിലുള്ളത് എത്രയാണ്? ഇനി ബാക്കി എന്റെ കയ്യിൽ 30 lakh rupees ഉണ്ടാവും അല്ലേ? 20 lakh നമ്പർ ഓഫ് ഷെയർസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 5 lakh നമ്പർ ഓഫ് ഷെയർസ് ഞാൻ റിട്ടേൺ ചെയ്തു. ബാക്കി 15 lakh നമ്പർ ഓഫ് ഷെയർസിന്റെ എമൗണ്ട് ഇൻറ്റു 2 30 lakh rupees എന്റെ കയ്യിലുണ്ടാവും. ഈ 30 lakh rupees ബാക്കി അവർ എന്ത് ചെയ്യുന്നു? അലോട്ടഡ് ഷെയർസ് ഓൺ പ്രോ-റാറ്റ ബേസിസ്. പ്രോ-റാറ്റ ബേസിസ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡിവൈഡിങ് സംതിങ് ഇൻ എ പ്രൊപ്പോർഷൻ അല്ലെ? ഇവിടെ പ്രൊപ്പോർഷൻ ആയിട്ട് വരുന്ന എന്ത് എമൗണ്ട് ആണ്? ഇതാണ് പ്രൊപ്പോർഷൻ. എന്ത് ഈ പ്രൊപ്പോർഷൻ? ഒന്ന് വായിച്ചു നോക്കിയേ. 15 lakh നമ്പർ ഓഫ് ഷെയർസ് അലോട്ടഡ് 10 lakh നമ്പർ ഓഫ് ഷെയർസ് ഓൺ പ്രോ-റാറ്റ ബേസിസ്. അതായത് 15 ലക്ഷം നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്തവർക്ക് 10 lakh നമ്പർ ഓഫ് ഷെയർസ് അലോട്ട് ചെയ്തിട്ട് പ്രോ-റാറ്റ ബേസിസ് പ്രൊപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതാണ് പ്രോ-റാറ്റ ബേസിസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രോ-റാറ്റ ബേസിസിൽ ചെയ്യണമെങ്കിൽ ഒരു പ്രൊപ്പോർഷൻ വേണ്ടേ? ആ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? 15 lakh നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്തവർക്ക് 10 lakh നമ്പർ ഓഫ് ഷെയർസ് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ റേഷ്യോ ആയിട്ട് എടുക്കുന്ന സമയത്ത് എന്ത് വരും? 10:15. 15 നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്തവർക്ക് 10 നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ അലോട്ട് ചെയ്യുന്നു. ഇതാണ് പ്രോ-റാറ്റ ബേസിസ്. സിമ്പിൾ അല്ലേ? ഇതിനാണോ നിങ്ങൾ ടെൻഷൻ അടിച്ചത്? അപ്പോ ഈ പ്രോ-റാറ്റ ബേസിസ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എത്രയാണോ അപ്ലൈ ചെയ്തത് ആ അപ്ലൈ ചെയ്തതിനെ നമ്മുടെ കയ്യിലുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അലോട്ട് ചെയ്യുന്ന പ്രൊപ്പോർഷൻ ആണ് പ്രോ-റാറ്റ ബേസിസ്. സോ ഈ ഒരു എക്സാമ്പിൾ വിട്ട് നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. 90,000 നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കാം. എന്റെ കയ്യിൽ ഇപ്പൊ വന്നിട്ടുള്ളത് 1,30,000 നമ്പർ ഓഫ് ഷെയർസ് ആണെന്ന് വിചാരിക്കാം. ഷെയർസ് സബ്സ്ക്രൈബ്ഡ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മളോട് സബ്സ്ക്രൈബ് ചെയ്യല്ല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നോക്കുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കൂടിയത്. എനിവേ, ഈ നമ്മൾ പറയാണ് പ്രോ-റാറ്റ ബേസിസിൽ ഈ നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ കൊടുക്കുകയാണെന്ന് പറയണം. ഫോർ എക്സാമ്പിൾ അപ്ലിക്കേഷൻ മണി എന്ന് പറയുന്നത് 3 rupees ആണെന്ന് വിചാരിക്കാം. സോ 3 rupees ശരിക്കും നമുക്ക് കിട്ടേണ്ടിയിരുന്ന എമൗണ്ട് 90,000 into 3 2,70,000 ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത് റുപ്പീസ്. പക്ഷെ നമുക്ക് കിട്ടിയത് എത്രയാണ്? 1,30,000 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 3,90,000 rupees എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ പറയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ ഒരു നമ്പർ ഓഫ് സബ്സ്ക്രിപ്ഷനെ പ്രോ-റാറ്റ ബേസിസിൽ കൊടുക്കുകയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ 90:130 എന്ന് വരൂലേ? എന്താ 90:130? 130 നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്തവർക്ക് നമ്മൾ എന്ത് അലോട്ട് ചെയ്യും? 90 നമ്പർ ഓഫ് ഷെയർസ് അലോട്ട് ചെയ്യും. ഇതാണ് നമ്മുടെ റൂള്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഈ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്
നമ്മൾക്ക് ഇപ്പൊ കയ്യിലുള്ള നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 15 ലാക്ക് ആണ്. 15 ലാക്ക് ഇൻറ്റു 2 ആണ് 30 ലാക്ക് റുപ്പീസ് നമ്മൾ കയ്യിലുണ്ട്. നമ്മൾ അലോട്ട് ചെയ്യുന്നത് എത്രയാണ്? 10 ലാക്ക് നമ്പർ ഓഫ് ഷെയർസ് ആണല്ലോ. 10 ലാക്ക് നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ അലോട്ട് ചെയ്യുന്നത് എങ്കിൽ ശരിക്കും നമുക്ക് അപ്ലിക്കേഷൻ മണിയായിട്ട് എത്ര രൂപ കിട്ടിയാൽ മതി? 10 ലാക്ക് ഇൻറ്റു 2 20 ലാക്ക് കിട്ടിയാൽ മതി അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സസ് എമൗണ്ട് എത്ര ഉണ്ടാവും? 10 ലാക്ക്. എങ്ങനെയാണ് ഈ 10 ലാക്ക് വരുന്നത്? അപ്ലൈ ചെയ്യേണ്ടത് 2 റുപ്പീസ് വെച്ചിട്ടായിരുന്നു 10 ലാക്ക് നമ്പർ ഓഫ് ഷെയർസ്. നമ്മൾ അലോട്ട് ചെയ്യുന്നത് എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ്? 10 ലാക്ക് നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 2 റുപ്പീസ് എത്രയാണ് വരാം? 20 ലാക്ക് റുപ്പീസ്. ഈ 20 ലാക്കിൽ നമുക്ക് ഓൾറെഡി എമൗണ്ട് റിസീവ്ഡ് എത്രയാ? 30 ലാക്ക് റുപ്പീസ് നമ്മൾ കയ്യിലുണ്ട്. എങ്ങനെ ഈ 30 ലാക്ക് റുപ്പീസ് വന്നേ? ആദ്യം 40 ലാക്ക് ആയിരുന്നു, പിന്നെ നമ്മൾ 10 ലാക്ക് റുപ്പീസ് റീഫണ്ട് ചെയ്തു, ബാക്കി 30 ലാക്ക് റുപ്പീസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ ശരിക്കും ആക്ച്വലി നമുക്ക് അപ്ലിക്കേഷൻ മണിയായിട്ട് എത്ര രൂപയെ വേണ്ട ആവശ്യമുള്ളൂ? 20 ലാക്ക് ആവശ്യമുള്ളൂ. എക്സസ് എമൗണ്ട് എത്രയാ? 10 ലാക്ക്. ഈ എക്സസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഇൻസ്റ്റാൾമെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യും. അത് ആ ഒരു ഇൻസ്റ്റാൾമെന്റ് കംപ്ലീറ്റ് ആയാലോ? ഫോർ എക്സാമ്പിൾ ഇത് അലോട്ട്മെന്റ് മണിയിൽ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. സോ അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്നത് എത്രയാ? 10 ലാക്ക് നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി 20 ലാക്ക് നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടോ? ഇല്ല. നമ്മൾക്ക് കിട്ടിയത് 10 ലാക്ക് നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത്. സോ 10 ലാക്ക് നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 3 വെച്ചിട്ടാണ് നമ്മുടെ അലോട്ട്മെന്റ് മണി രണ്ടാമത് വരേണ്ടത്. സോ രണ്ടാമത് വരേണ്ട ഇൻസ്റ്റാൾമെന്റ് 30 ലാക്ക് ആണ്. ഈ 30 ലാക്കിൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ട്? 10 ലാക്ക് റുപ്പീസ് ഉണ്ട്. ഈ 10 ലാക്ക് റുപ്പീസ് നമ്മൾ ലെസ് ചെയ്താൽ അലോട്ട്മെന്റ് മണി ഡ്യൂ ആഫ്റ്റർ എക്സസ് എമൗണ്ട് എത്രയാ? 20 ലാക്ക്. സോ ഇനി എനിക്ക് എമൗണ്ട് കിട്ടുന്നത് 20 ലാക്ക് റുപ്പീസ് ആണ്. ഓക്കെ അല്ലേ? ഇനി എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര എമൗണ്ട് വരും? ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെന്റ് എന്നുകൊണ്ട് 20 ലാക്ക് റുപ്പീസ് ആയിരിക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഇതാണ് ട്രീറ്റ്മെന്റ്. എന്താ ട്രീറ്റ്മെന്റ്? നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന നമ്പർ ഓഫ് ഷെയർസിനെ പ്രൊപ്പോർഷനേറ്റ് ബേസ് ചെയ്തിട്ട് കണിക്കുന്നതിനാണ് പ്രോരാറ്റ ബേസിസ് എന്ന് പറയുന്നത്. ആ പ്രോരാറ്റ ബേസിസിന്റെ എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു എക്സാമ്പിളിൽ ബാക്കി 10 ലാക്ക് റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഇൻസ്റ്റാൾമെന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ അലോട്ട്മെന്റ് മണി നമുക്ക് ശരിക്കും 30 ലാക്ക് റുപ്പീസ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 10 ലാക്ക് റുപ്പീസ് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി 20 ലാക്ക് റുപ്പീസ് ആണ് നമ്മൾ റിസീവബിൾ ഫ്രം അലോട്ട്മെന്റ് കാണിച്ചത്. ഇനി അലോട്ട്മെന്റിന്റെ മണിയും കൂടി അപ്ലിക്കേഷന്റെ മണിയുടെ കൂടി കിട്ടിയിട്ടുണ്ടെങ്കിലോ എന്ത് ചെയ്യും? അലോട്ട്മെന്റ് മണി ബാങ്കിൽ ഒന്നും കിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ അപ്ലിക്കേഷൻ മണിയായിട്ട് കുറച്ചുകൂടി എമൗണ്ട് ബാക്കി ഉണ്ടെങ്കിലോ എന്ത് ചെയ്യും? നമ്മളത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിലേക്ക് പോകും. സോ എക്സസ് ആയിട്ടുള്ള എമൗണ്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അവസാനത്തെ കോൾ എമൗണ്ടും കൂടി കഴിഞ്ഞിട്ടും പിന്നെയും ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് റീഫണ്ട് ചെയ്യും. ഓക്കെ. ഇഫ് ദർ ഇസ് സ്റ്റിൽ സർപ്ലസ് മണി ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് അലോട്ട്മെന്റ് ആൻഡ് കോൾ മണി ഡ്യൂ ഫ്രം ഷെയർ ഹോൾഡേഴ്സ് ഇറ്റ് വിൽ ബി റീഫണ്ടഡ് ഇൻ ക്യാഷ്. ബാക്കി എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കും. ഇതാണ് പ്രോറാറ്റ ബേസിസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇനി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിലും ഇനി ഡിഫിക്കൽട്ട് ആക്കി തരും ചെയ്യില്ല. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? ഒന്ന് ചെയ്യും. ആദ്യം നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്തത് മാത്രമേ ചോദിച്ചേ. ആഡ് ഓൺ ആയിട്ട് കോൾസ് ഇൻ അരിയേഴ്സ് വന്നു, കോൾസ് ഇൻ അഡ്വാൻസ്, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. ഇപ്പൊ നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന പ്രോറാറ്റ ബേസിസിൽ നമുക്ക് അങ്ങോട്ട് കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അലോട്ട്മെന്റ് മണിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അത് കോൾ മണിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളിൽ നമ്മൾ ചെയ്ത് ജേർണൽ എൻട്രീസ് കൊണ്ടുവരും. നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇല്ലുസ്ട്രേഷൻ നമ്പർ 11 നമുക്ക് ചെയ്യാം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 11 ഏകദേശം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സും അഡ്വാൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 11. അതുകൊണ്ട് തന്നെ ഇല്ലുസ്ട്രേഷൻ നമ്പർ 11 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. On 1st May 2023, Superman Limited issued 5,000 equity shares of 100 each payable as follows. ഇതൊരു സൂപ്പർമാൻ ലിമിറ്റഡ് ആണ്. നിങ്ങളുടെ ആരാണോ സൂപ്പർ ഹീറോ, ആ സൂപ്പർ ഹീറോ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. 1st May 2023 സൂപ്പർമാൻ ലിമിറ്റഡ് ഇഷ്യൂഡ് 5,000. കോമൺ ആയിട്ട് കമന്റിൽ അഥവാ വരുന്നുണ്ടെങ്കിൽ ഒന്നിതാണ് മൈ സൂപ്പർ ഹീറോ ഈസ് മൈ ഡാഡ് എന്ന് നോക്കിക്കോ. ആ ഒരു കമന്റ് വരും. വന്നിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ. ഇഷ്യൂഡ് 5,000 നമ്പർ ഓഫ് ഷെയർസ് ഓഫ്
rupees 100 each payable as follows. So 100 rupees ആണ് ഫേസ് വാല്യൂ. 5,000 നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് സൂപ്പർമാൻ ലിമിറ്റഡ്. 1st May 2023 ഇഷ്യൂ ചെയ്യുന്നത്. അപ്ലിക്കേഷൻ മണിയായിട്ട് 20 rupees അടക്കണം. ഓക്കെ. അലോട്ട്മെന്റ് മണിയായിട്ട് 30 rupees അടക്കണം. ഓക്കെ. ഓൺ ഫസ്റ്റ് കോൾ ആയിട്ട് 20 rupees അടക്കണം. ഫൈനൽ കോൾ ആയിട്ട് 30 rupees അടക്കണം. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട്. അപ്പൊ 20, 50, 50 മൊത്തം എത്രയായി? 100 rupees. ഇപ്പൊ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്? അല്ല, നോർമൽ ഫേസ് വാല്യൂവിനാണ്. ഫേസ് വാല്യൂ എത്രയാണ്? 100 rupees. ഫസ്റ്റ് കോളും ഫൈനൽ കോളും പേയ്മെന്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാ? ലാസ്റ്റ് ഡേറ്റ് ഫിക്സ്ഡ് ഫോർ പേയ്മെന്റ് 31st July. ഓക്കെ. ഫൈനൽ കോളിന്റെ ലാസ്റ്റ് പേയ്മെന്റ് എപ്പോഴും എടുക്കേണ്ടത്? ലാസ്റ്റ് ഡേറ്റ് ഫിക്സ്ഡ് ഓൺ ഫോർ പേയ്മെന്റ് ഓഫ് 30th August. ഇതാണ് രണ്ട് ഡേറ്റ്സ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്ലിക്കേഷൻസ് വേർ റിസീവ്ഡ് ഓൺ 15th May 2023. ഈ ഒരു ക്വസ്റ്റ്യനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി ഡേറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോഴും ഡേറ്റ്സ് കമ്പൽസറി ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. രണ്ടാമത്തെ കാര്യം, നരേഷൻ. ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിൽ നരേഷൻ വളരെ അപൂർവമായിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ നരേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നരേഷൻ നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. അഥവാ എക്സാമിനേഷൻ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് നരേഷൻ വേണ്ട എന്ന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾ നരേഷൻ എഴുതാതിരിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ എഴുതുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും ഈ ഒരു ഇഷ്യൂ ഓഫ് ഷെയർസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നരേഷനും നിർബന്ധമായിട്ടും എഴുതണം. സോ 15th May ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്? അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യുന്നത് പറയുന്നത്. അതായത് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി ഇടൂലേ, ഈ ഒരു ഡേറ്റിലാണ്. ഓക്കെ. ഫോർ 6,000 നമ്പർ ഓഫ് ഷെയർസ്. എത്രയാണ് നമ്മൾ കയ്യിലുള്ള നമ്പർ ഓഫ് ഷെയർസ്? ഇഷ്യൂ ചെയ്തത് 5,000. എത്രയാണ് നമുക്ക് അപ്ലിക്കേഷൻ ആയിട്ട് റിസീവ് ചെയ്തത്? 6,000. പടച്ചോനെ. അപ്പോൾ 1000 നമ്പർ ഓഫ് ഷെയർസ് ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിട്ടുള്ളത്. രണ്ട് പോസിബിലിറ്റി ഉള്ളത്. ഒന്നെങ്കിൽ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രോറാറ്റ. നോക്കാം എന്താ ചെയ്യുന്നത്. സോ 6,000 നമ്പർ ഓഫ് ഷെയർസ് വന്നു. ആൻഡ് അലോട്ട്മെന്റ് വാസ് മെയ്ഡ് ഓൺ 1st June 2023. നമുക്ക് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തത് 15th May 6,000. അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്തത് 1st June എന്ന് പറഞ്ഞു. ഓക്കെ, ആയിക്കോട്ടെ. അപ്ലിക്കൻസ് ഫോർ 2,500 നമ്പർ ഓഫ് ഷെയർസ് വെയർ അലോട്ടഡ് ഇൻ ഫുൾ. അപ്പൊ ഈ 6,000 നമ്പർ ഓഫ് ഷെയർസ് ആണ് അപ്ലൈ ചെയ്തത്. ഈ 6,000 നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്തതിൽ 2,500 നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്തു? ഫുള്ളി അലോട്ട് ചെയ്തു. സോ 2,500 നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്തവർക്ക് കംപ്ലീറ്റ് 2,500 നമ്പർ ഓഫ് ഷെയർസ് തന്നെ കൊടുത്തു. കുഴപ്പമില്ല. ഫോർ ദോസ് 3,000 നമ്പർ ഓഫ് ഷെയർസ് വെയർ അലോട്ടഡ് 2,500 ഷെയർസ്. എന്തോ ഒരു വ്യത്യാസമില്ല ഈ സെന്റൻസിൽ. എന്തോ 3,000 നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്തവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത് എത്രയാണ്? 2,500. ഇതല്ലേ പ്രോറാറ്റ ബേസിസ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നേരത്തെ 15 lakh നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്തവർക്ക് നമ്മൾ 10 lakh നമ്പർ ഓഫ് ഷെയർസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇവിടെയും അതേ സെന്റൻസ് അല്ലേ? 3,000 നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്തവർക്ക് 2,500 ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഏതോ ഒരു പ്രൊപ്പോർഷനേറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് ഡിവൈഡ് ചെയ്ത് കാണിക്കേണ്ടതുണ്ട്. അപ്പം അപ്ലിക്കേഷൻ മണിയുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന എക്സസ് എമൗണ്ട് നമ്മൾ അലോട്ട്മെന്റ് മണിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. അലോട്ട്മെന്റ് മണിയിൽ പിന്നെ എക്സസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ കോൾ മണിയിലേക്ക് മാറ്റും. അതിലും കൂടുതൽ എക്സസ് എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളത് ക്യാഷ് ആയിട്ട് തിരിച്ച് റീഫണ്ട് ചെയ്യും. ഓക്കെ അല്ലേ സിറ്റുവേഷൻ? ഓക്കെ. ആൻഡ് ഇപ്പൊ മൊത്തം നോക്കുകയാണെങ്കിൽ എത്രയായി? 2,500 ഫുള്ളി അപ്ലൈ ചെയ്തവർക്ക് ഫുൾ ആയിട്ട് തന്നെ കൊടുത്തു. 3,500 അപ്ലൈ ചെയ്തവർക്ക് അപ്പൊ എത്രയായി? 2,500 പ്ലസ് 3,000 5,500 ആയി. ബാക്കി ഇനി എത്ര ഉണ്ട്? 500 കൂടി ബാക്കിയുണ്ട്. ആൻഡ് ദ അപ്ലിക്കൻസ് ഫോർ 500 നമ്പർ ഓഫ് ഷെയർസ് വെയർ റിജക്റ്റഡ്. ഓക്കെ, ബാക്കി 500 നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്തു? റിജക്ട് ചെയ്തു. അപ്പൊ മൊത്തം 6,000 ആയി, കംപ്ലീറ്റ് ആയി. സോ 6,000 നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്തവർക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രോറാറ്റ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് റീഫണ്ട് ചെയ്യുന്നില്ല. എന്ത് ചെയ്തിട്ടുള്ളത്? 2,500 നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്തവർക്ക് ഫുൾ ആയിട്ട് കൊടുത്തു. 3,000 നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കാറ്റഗറീസിലുള്ള ആൾക്കാർക്ക് 2,500 നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അലോട്ട് ചെയ്തു. ബാക്കി 500 നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്തു? റിജക്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2,500 ആണ് ഫുള്ളി അലോട്ട് ചെയ്തിട്ടുള്ളത്. പ്ലസ് ഇവിടെ രണ്ടാമത്തെ സിറ്റുവേഷനിൽ അലോട്ട് ചെയ്തിട്ടുള്ള 2,500. ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും എത്ര? 5,000 നമ്പർ ഓഫ് ഷെയർസ്. ഇതാണ് നമ്മളെ കയ്യിൽ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഇഷ്യൂ ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ്. ഓക്കെ. ദ ബാലൻസ് ഓഫ് എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെന്റ് വാസ് റിസീവ്ഡ് ഓൺ 15th June. ഓക്കെ അല്ലേ? ഇപ്പൊ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തത് 15th May. 1st June നമ്മൾ അലോട്ട്മെന്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു സെഗ്രിഗേഷനും ഈ ഒരു റീഫണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എപ്പോഴാണ്? അലോട്ട്മെന്റ് സമയത്തായിരിക്കും. 1st June 2023. അതിനുശേഷം ബാക്കി ബാലൻസ് എമൗണ്ട് അലോട്ട്മെന്റ് മണി ആയിട്ടുള്ള ഈ 30 rupees ഇല്ലേ, അത് റിസീവ് ചെയ്യുന്ന എപ്പോഴാണ്? 15th June. ഓക്കെ, അതും കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് കോളും വേണം, സെക്കൻഡ് കോളും വേണം.
ദ കോൾസ് വെയർ ഡ്യൂലി മെയ്ഡ് ഓൺ 1st July 2023. ഡ്യൂ ആവുന്ന ഡേറ്റ് എപ്പോഴാ? കോൾ മണി 1st July. പക്ഷെ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാ അടക്കേണ്ടത്? 31st July. ഡ്യൂ ആയിട്ട് ഒരു മാസത്തിന് ശേഷം കിട്ടിയാൽ മതി. ആൻഡ് 1st August റെസ്പെക്റ്റീവ്ലി. സെക്കൻഡ് കോൾ അല്ലെങ്കിൽ ഫൈനൽ കോൾ വരുന്ന എപ്പോഴാണ്? ഡ്യൂ പേയ്മെന്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ലാസ്റ്റ് ഡേറ്റ് 30th August. പക്ഷെ എപ്പോഴാണ് ഡ്യൂ ആവുന്നത്? 1st Augustലാണ് ഡ്യൂ ആവുന്നത്. ഓക്കെ. വൺ ഷെയർ ഹോൾഡർ ഡിഡ് നോട്ട് പേ on the first call money on 150 number of shares which he paid with the final call together with an interest of 5% per annum. വീണ്ടും ആഡ് ഓൺ വന്നു. എന്താ? ഒരു ഷെയർ ഹോൾഡർ ഡിഡ് നോട്ട് പേ ദ ഫസ്റ്റ് കോൾ മണി ഓൺ 150 നമ്പർ ഓഫ് ഷെയർ. ഒരു ഷെയർ ഹോൾഡർ ഉണ്ടായിരുന്നു. ആ ഷെയർ ഹോൾഡർ 150 നമ്പർ ഓഫ് ഷെയർസ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന 150 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ചങ്ങായി ഫസ്റ്റ് കോളിന്റെ സമയത്ത് പേയ്മെന്റ് ചെയ്തിട്ടില്ല. പകരം ഫൈനൽ കോളിന്റെ പേയ്മെന്റ് ചെയ്യുന്ന സമയത്താണ് ടുഗദർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പേയ്മെന്റ് ചെയ്യുന്നത്. വെറും അങ്ങ് പേയ്മെന്റ് ചെയ്യുന്നതല്ല, 5% പെർ ആനം ആയിട്ട് ഇൻട്രസ്റ്റും കൂടി നമ്മൾക്ക് തരുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി മുമ്പ് ചെയ്തതല്ലേ? അതെ. ഇപ്പോൾ അഡീഷണൽ ആയിട്ട് എന്താ വന്നത്? ആകെ പ്രോറാറ്റ് ബേസിസ് മാത്രം. സോ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ പോസ്റ്റിൽ ഉണ്ടാവുക. ഇനി ഒന്നുകൂടി നോക്കാം. അനദർ ഷെയർ ഹോൾഡിംഗ് of 150 number of shares did not pay the final call money till the end of the accounting year. ഈ ഒരു അക്കൗണ്ടിങ് ഇയർ കംപ്ലീറ്റ് ആവുന്നത് വരെ എന്ത് ചെയ്തിട്ടില്ല? 100 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ചങ്ങായി ഫൈനൽ കോളിന്റെ എമൗണ്ട് തന്നിട്ടില്ല. സോ കോൾസിന് അരിയസ് വന്നു. ആദ്യ സിറ്റുവേഷനിലും കോൾസിന് അരിയസ് വന്നു. എപ്പോ? ഫസ്റ്റ് കോളിന്റെ സമയത്ത്. പിന്നീട് അതെന്തായി? ഫൈനൽ കോളിന്റെ സമയത്ത് ആ പേയ്മെന്റ് തന്നു. രണ്ടാമത്തെ ഈ 100 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ചങ്ങായി എന്ത് ചെയ്തു? ഫൈനൽ കോളിന്റെ സമയത്ത് പേയ്മെന്റ് ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ, നമ്മൾ അക്കൗണ്ടിങ് ഇയർ കംപ്ലീറ്റ് ആകുന്നത് വരെ അങ്ങനെ ഒരു പേയ്മെന്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഡ്യൂ ആയിട്ടുള്ള എൻട്രീസും കാര്യങ്ങളിലും പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ കോൾസിൻ അരിയേഴ്സിന്റെ ഇൻട്രസ്റ്റ് എത്രയാണ് നമ്മളോട് കാണിച്ചിട്ടുള്ളത്? 5% പെർ ആനം. അപ്പൊ നമുക്ക് ഈ ലാസ്റ്റത്തെ എമൗണ്ട് കിട്ടാത്തതിന്റെ മുകളിലുള്ള കോൾസിൻ അരിയേഴ്സ് ആയിട്ട് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അക്രൂ ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻഡ്സ് ഓൺ 31st October. സോ 31st Octoberലാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്നത്, അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്നത്. ആ എൻഡ് ചെയ്യുന്ന ഇയർ വരെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? ഫൈനൽ കോൾ വരെ എമൗണ്ട് തന്നിട്ടില്ല. അപ്പൊ അത്രയും എമൗണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആണ്. ജേർണലൈസ് ചെയ്യാം. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പൊ ക്യാഷ് ബുക്കും അതുപോലെ തന്നെ ജേർണൽ എൻട്രി ആണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളത്. നമ്മളിപ്പോ രണ്ടാളും കൂടി ഒന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജേർണൽ എൻട്രീസ് ആണ്. ജേർണൽ എൻട്രിക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസറും നമ്മൾ ആൻസറും കൂടി കമ്പയർ ചെയ്യും. ഓക്കെ. ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ട് വാ, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു വർക്കിംഗ് നോട്ട് ഉണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഷെയർസ് അപ്ലൈഡ്, അലോട്ടഡ് ആൻഡ് എമൗണ്ട്സ് അഡ്ജസ്റ്റഡ്. ഇത് നമുക്ക് പ്രോറാറ്റ ബേസിസിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ഫോളോ ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഷെയർസ് അപ്ലൈഡ്, അലോട്ടഡ് ആൻഡ് എമൗണ്ട്സ് അഡ്ജസ്റ്റഡ് സ്റ്റേറ്റ്മെന്റ് സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും പറയും. പ്രിപ്പയർ ചെയ്യാതെ നിങ്ങളോട് ഡയറക്റ്റ് ഇപ്പം കാണിച്ചതുപോലെയുള്ള ജേർണലൈസ് ചെയ്യാനും പറയും. ജേർണലൈസ് ചെയ്യാൻ പറഞ്ഞാലും ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാലും രണ്ടിന്റെയും വർക്കിംഗ് നോട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് പറയാത്തത് കൊണ്ട് ഇത് എന്തായിരിക്കും? വർക്കിംഗ് നോട്ട് നമ്പർ 1 ആയിരിക്കും. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലോ പാർട്ട് ഓഫ് ആൻസർ ആയിരിക്കും. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോറാറ്റ ബേസിസിലുള്ളതാണെങ്കിൽ അവിടെ ഒരു പ്രോറാറ്റ ബേസിസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കോളം ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിരിക്കണം. സോ ഒന്നാമത് നമുക്ക് വരുന്ന 3 കാറ്റഗറീസ് ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി നമുക്ക് വരുന്നത് 3 കാറ്റഗറീസാണ്. ഏതൊക്കെ കാറ്റഗറീസാണ്? ഒന്ന് 2500 നമ്പർ ഓഫ് ഷെയർസിന്റെ പ്രത്യേകത എന്താ? നമ്മൾ 2500 നമ്പർ ഓഫ് ഷെയർസ് കംപ്ലീറ്റ്ലി അലോട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാറ്റഗറിയോ 3000 നമ്പർ ഓഫ് ഷെയർസ് കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി 500 നമ്പർ ഓഫ് ഷെയർസിന്റെ കാറ്റഗറി. സോ 3 കാറ്റഗറീസ് നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാം. എ, ബി, സി. അതിൽ ഒന്നാമത്തെ കാറ്റഗറി ഷെയർസ് അപ്ലൈഡ്. ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ ഫോർമാറ്റ്. ഒന്നാമത്തെ ഷെയർസ് അപ്ലൈ ചെയ്ത കാറ്റഗറിയിൽ 2500 ആയിരുന്നു അപ്ലൈ ചെയ്തത്, 3000 നമ്പർ ഓഫ് ഷെയർ ആയിരുന്നു അപ്ലൈ ചെയ്തത്, 500 നമ്പർ ഓഫ് ഷെയർസ് ആയിരുന്നു അപ്ലൈ ചെയ്തത്. ടോട്ടൽ എത്ര? 6000 നമ്പർ ഓഫ് ഷെയർസ് ഈ ഒരു ക്വസ്റ്റനിൽ അല്ലേ. സെക്കൻഡ് എന്താ? ഈ അപ്ലൈ ചെയ്ത ഷെയർസിൽ നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത് എത്രയാണ്? അലോട്ടഡ്, ഇവിടെ ഒരു ടി. ഓക്കെ, അലോട്ട് ചെയ്തിട്ടുള്ളത് എത്രയാണ്?
2500 അപ്ലൈ ചെയ്തവർക്ക് 2500 തന്നെ നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. രണ്ടാമത് 3000 നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്തവർക്ക് നമ്മൾ ഫുൾ അലോട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. എത്രയേ കൊടുക്കുന്നുള്ളൂ? 2500 ആണ് കൊടുക്കുന്നത്. 500 നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്തവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ എന്താണ്? നില്ലാണ്. ഇനി സി, അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. നമുക്ക് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തിട്ടുള്ള എത്രയാണ് ഇവിടെ? ആക്ച്വൽ 2500 ഇൻറ്റു എത്രയാണ് അപ്ലിക്കേഷൻ മണി? ആ എമൗണ്ട്. നമുക്ക് ഇവിടെ എത്ര എമൗണ്ട് ആണ് വരുന്നത്? 20 റുപ്പീസ് അല്ലേ? അതായത് ഈ കോളം എ കോളം ഇൻറ്റു ₹20 ആണ് നമുക്ക് അപ്ലൈ ചെയ്യുന്ന എമൗണ്ട്. 2500 ഇൻറ്റു 2 20, 50,000 റുപ്പീസ് കിട്ടി. രണ്ടാമത്തെ സിറ്റുവേഷനിൽ 60,000 റുപ്പീസ് കിട്ടി. മൂന്നാമത്തെ സിറ്റുവേഷനിൽ 500 ഇൻറ്റു 10,000 നമ്പർ ഓഫ് ഷെയർസ് കിട്ടി. ഇനി ഡി, ഷെയർസ് അലോട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അപ്ലിക്കേഷൻ മണി മുകളിലുള്ള അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ആണ്. റിക്വയർമെന്റ് എത്ര ശരിക്കും? റിക്വയർഡ് ബി ഇൻറ്റു ₹20 അല്ലേ? നമ്മൾ റിക്വയർമെന്റ് എത്രയാണ്? നമ്മൾ എത്രയാണ് അലോട്ട് ചെയ്യുന്നത് അത്ര മാത്രമേ നമുക്ക് റിക്വയർമെന്റ് ഉള്ളൂ. സോ ഒന്നാമത്തെ കാറ്റഗറിയിൽ നമുക്കുള്ള റിക്വയർമെന്റ് ശരിക്കും എത്രയാണ്? 50,000 റുപ്പീസ്. സോ 50,000 റുപ്പീസ് എനിക്ക് കിട്ടി. 50,000 റുപ്പീസ് തന്നെ റിക്വയർമെന്റ് ഉണ്ട്. ഓക്കെ. രണ്ടാമത്തെ സിറ്റുവേഷനിലെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് 50,000 റുപ്പീസ് ആണ്. 2500 ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഈ അലോട്ട് ചെയ്തതിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? കിട്ടേണ്ട എമൗണ്ട് എത്രയാണ്? ഇൻറ്റു 20, 50,000 ആണ്. പക്ഷെ ആക്ച്വലി നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ള എത്രയാണ്? 60,000 കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇനി മൂന്നാമത്തെ സിറ്റുവേഷനിൽ റിക്വയർഡ് എമൗണ്ട് എത്രയാണ്? 0. എന്തുകൊണ്ട് റിക്വയർ എമൗണ്ട് 0 വരുന്നത്? കാരണം നമ്മൾ ഷെയർസ് ഒന്നും അലോട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇവിടെ 0 തന്നെ. ഇനി അടുത്ത കോളം എക്സസ് മണി. ഇവിടെ എക്സസ് മണി ഫസ്റ്റ് സിറ്റുവേഷനിൽ നമുക്ക് എക്സസ് മണി ഉണ്ടോ? ഇല്ല. എങ്ങനെ എക്സസ് മണി ആണോ എന്ന് മനസ്സിലാവാം? സി മൈനസ് ടി ആണ് എക്സസ് മണി. നമ്മൾ കയ്യിൽ കിട്ടിയത് 50,000, റിക്വയർമെന്റ് 50,000 ആണ്. 0. രണ്ടാമത്തെ സിറ്റുവേഷനിൽ നമ്മൾ കിട്ടിയ എമൗണ്ട് 60,000 ആണ്, റിക്വയർമെന്റ് 50,000 ആയിരുന്നു. 10,000 എക്സസ് ആണ്. ഇവിടെയോ അപ്ലൈ ചെയ്ത് 10,000 ആണ്. നമുക്ക് റിക്വയർമെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ കയ്യിലുള്ളത് എത്ര തന്നെയാണ്? 10,000 തന്നെയാണ്. ഇത്ര എമൗണ്ട് ആണ് എക്സസ് എമൗണ്ട് ഉള്ളത്. ഓക്കെ അല്ലേ ഇതുവരെ? ഇതിൽ ഈ 10,000 റുപ്പീസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? റീഫണ്ടബിൾ. ഈ എമൗണ്ട് നമുക്ക് റീഫണ്ടബിൾ ആണ്. എന്തുകൊണ്ടാണ് റീഫണ്ടബിൾ ആണെന്ന് പറയുന്നത്? കാരണം 500 നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്തവർക്ക് നമ്മൾ ഒന്നും നമ്പർ ഓഫ് ഷെയർസ് അലോട്ട് ചെയ്യുന്നില്ല, പകരം റീഫണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്തെങ്കിലും റീഫണ്ട് ഉണ്ടോ? ഇല്ല. അതേപോലെ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു 10,000 റുപ്പീസ്, ഈ 10,000 റുപ്പീസ് നമ്മൾ എന്താണ് ആക്ച്വലി ചെയ്യുക? എക്സസ് എമൗണ്ട് കിട്ടിയല്ലേ? ഈ എക്സസ് എമൗണ്ട് ഇത് റീഫണ്ടബിൾ ആണ്. ഈ 10,000 നമ്മൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റഡ് വിത്ത് അലോട്ട്മെന്റ്. സോ അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ബി കാറ്റഗറിയിൽ 10,000 റുപ്പീസ് പോകും. 10,000 സി കാറ്റഗറിയിലുള്ള നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? റീഫണ്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് കോളം അപ്ലിക്കേഷൻ മണി കഴിഞ്ഞല്ലോ. ഇനി അലോട്ട്മെന്റ് ഡ്യൂ. അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്ന എങ്ങനെയാണ്? അലോട്ട് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു അലോട്ട്മെന്റ് മണി. സോ അലോട്ട് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന കോളം എന്ന് പറയുന്നത് ബി ആണ്. ബി ഇൻറ്റു എത്രയാണ് നമ്മൾ അലോട്ട്മെന്റ് മണി? 30 റുപ്പീസ് അല്ലേ? ഇവിടെ ബി എത്രയാണ്? 2,500. സോ 2,500 ഇൻറ്റു 30, 75,000 റുപ്പീസ് ആണ് ഇവിടെ ഡ്യൂ ആവുന്നത്. ഇവിടെ എത്രയാവുന്നത്? 75,000 ആണ് ഡ്യൂ ആവുന്നത്. കാരണം ഇവിടെയും അലോട്ട് ചെയ്തിട്ടുള്ള എത്ര തന്നെയാണ്? 2,500 ആണ്. ഇവിടെ എന്തെങ്കിലും ഡ്യൂ ആവുന്നുണ്ടോ? ഇല്ല. കാരണം ബാക്കിയുള്ള 500 നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് 75,000 റുപ്പീസ് ആണ് ഡ്യൂ ആവുന്നത്. 10,000 റുപ്പീസ് ഓൾറെഡി ബി കാറ്റഗറിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനില്ലേ? അങ്ങനെ ഉണ്ടാകുമ്പോഴാണെങ്കിൽ അലോട്ട്മെന്റ് മണി ഡ്യൂ ആയത് ഓക്കെ. അപ്പൊ അലോട്ട്മെന്റ് മണി റിസീവ്ഡ് എത്രയായിരിക്കും? എഫ് മൈനസ് ഇ. എഫ് ഇതാണ്, ഇ ഇതാണ്. എക്സസ് മണിയാണ് ഇ. 75,000 മൈനസ് 0. ഇവിടെ എത്ര കിട്ടും നമുക്ക്? 75,000 റുപ്പീസ് എന്നായിട്ട് കിട്ടും. ഇവിടെയോ 75,000 റുപ്പീസ് നമുക്ക് അലോട്ട്മെന്റ് മണിയായിട്ട് സെക്കൻഡ് കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ എമൗണ്ട് കിട്ടോ? ഇല്ല. എത്ര കിട്ടുള്ളൂ?
5,000 മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം എന്താ, ഓൾറെഡി 5,000 നമ്പർ ഓഫ് 5,000 10,000 റുപ്പീസ് എക്സസ് മണി ആയിട്ട് കമ്പനിയുടെ കയ്യിലുണ്ട്. സോ മൊത്തം 75,000 പ്ലസ് 65,000 റുപ്പീസ്, ഈ രണ്ട് എമൗണ്ട് ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാം, അലോട്ട്മെന്റ് മണി ആയിട്ട് കിട്ടുക. എത്ര എമൗണ്ട് ആണ് ശരിക്കും 75 പ്ലസ് 65 എന്ന് പറയുന്നത്? മൊത്തം 1,40,000. ഈ 1,40,000 റുപ്പീസ് ആയിരിക്കും നമുക്ക് അലോട്ട്മെന്റ് മണി ആയിട്ട് റിസീവ് ചെയ്യുന്നതായിട്ട് കിട്ടുക. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഷെയർസ് അപ്ലൈഡ്, അലോട്ടഡ് ആൻഡ് എമൗണ്ട്സ് അഡ്ജസ്റ്റഡ് സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ജേണൽ എൻട്രി എഴുതാൻ. ഇനി ജേണൽ എൻട്രി എഴുതുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. എന്ത് ജേണൽ എൻട്രി? ഫസ്റ്റ് നമ്മൾ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യും. അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് അലോട്ട് ചെയ്യും. കുറച്ച് നമ്മൾ റീഫണ്ട് ചെയ്യുന്നുണ്ട്. 2 അലോട്ട്മെന്റ് മണി ഡ്യൂ ചെയ്യും. അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യും. കഴിഞ്ഞു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് കോൾ ഡ്യൂ ചെയ്യും, ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യും. അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ, 150 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് കോൾ പേയ്മെന്റ് ചെയ്യാതെ ഫൈനൽ കോളിന്റെ കൂടെ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫൈനൽ കോൾ എമൗണ്ട് ഡ്യൂ ആവും. ഫൈനൽ കോളിന്റെ എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്യും. ആ റിസീവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു 100 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾ പൈസ തന്നിട്ടുള്ള ഇൻ ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് ഓൺ കോൾസിന് അരിയേഴ്സും വരുന്നുണ്ട്. ഇത്രയും ജേണൽ എൻട്രീസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ജേണൽ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഡേറ്റ് എപ്പോഴാണ് വരുന്നത്? ഫസ്റ്റത്തെ ഡേറ്റ് 15th May 2023 അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. കൂടെ തന്നെ എഴുതട്ടോ എത്രയാണ് വരുന്നത്. അത് നമ്മൾ ഓൾറെഡി വർക്കിംഗ് നോട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ മണി ആയിട്ട് റിസീവ് ചെയ്യുന്നത് എത്രയാണ്? 2,500, 3,500. അത് മൊത്തം നമുക്ക് കിട്ടിയിട്ടുള്ളത് 6,000 നമ്പർ ഓഫ് ഷെയർസ് ആണ്. 6,000 നമ്പർ ഓഫ് ഷെയർസിന്റെ ഇൻറ്റു 20 റുപ്പീസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എത്ര എമൗണ്ട് വരും? 1,20,000. 1,20,000 റുപ്പീസ് ആണ് നമുക്ക് അപ്ലിക്കേഷൻ മണി ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ളത്. ഈ ടോട്ടൽ അപ്ലിക്കേഷൻ മണി ആയിട്ട് റിസീവ് ചെയ്തിട്ട് നമ്മൾ അലോട്ട്മെന്റ് ചെയ്യുന്ന ഡേറ്റ് എപ്പോഴാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 1st June. സോ 1st Juneൽ നമ്മൾ സെക്കൻഡ് ജേണൽ എൻട്രി June 2023. ഈ 1st June 2023 നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർ അപ്ലിക്കേഷൻ മണി അലോട്ട് ചെയ്യുന്നത്. സോ അലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന എമൗണ്ട് കംപ്ലീറ്റ് എമൗണ്ട് മാറ്റുന്നുണ്ടോ? ഇല്ല. എത്ര എമൗണ്ടേ മാറ്റുന്നുള്ളൂ? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എനിക്ക് എത്രയും നമ്പർ ഓഫ് ഷെയർസ് അലോട്ട് ചെയ്യുന്നുള്ളൂ? 5,000 നമ്പർ ഓഫ് ഷെയർസ് അല്ലേ. സോ 5,000 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 20 എത്ര എമൗണ്ട് വരാം? 1 lakh. സോ ഈ 1 lakh റുപ്പീസ് ഞാൻ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? എൻ്റെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. 1 lakh റുപ്പീസ് എൻ്റെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഷെയർ ഒരു അപ്ലിക്കേഷൻ മണി ആയിട്ട് ഞാൻ 1,20,000 ആയിരുന്നു നേരത്തെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എന്ത് ചെയ്യണം? ടു ബാങ്ക് അക്കൗണ്ട്. ഇതെന്താണ്? 500 നമ്പർ ഓഫ് ഷെയർസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റീഫണ്ട് ചെയ്യുന്നുണ്ട്. എത്ര എമൗണ്ട് റീഫണ്ട് ചെയ്യുന്നത്? ഇൻറ്റു ₹20. എത്ര എമൗണ്ട് വരും? 10,000 നമ്മൾ റീഫണ്ട് ചെയ്യുന്നുണ്ട്. ബാക്കി എത്ര എമൗണ്ട് ഉള്ളത്? 10,000 അല്ലേ. 1,20,000 ഉണ്ടായിരുന്നു. 1 lakh ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ അലോട്ട് ചെയ്തു. 10,000 നമ്മൾ റീഫണ്ട് ചെയ്തു. 500 നമ്പർ ഓഫ് ഷെയർസ് കംപ്ലീറ്റ്ലി നമ്മൾ റീഫണ്ട് ചെയ്യാൻ പറഞ്ഞു. ബാക്കി എമൗണ്ട് നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിലേക്ക് ഇനി നമ്മൾ എക്സസ് ഡ്യൂ ആവുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ട? ഇത്ര എമൗണ്ട് നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ. ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് 10,000. ഇത്രയും എൻട്രീസ് ആണ് നമുക്ക് സെക്കൻഡ് എൻട്രീസ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ. ഓൾട്ടർനേറ്റീവ്ലി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഇപ്പം ഷെയർ അലോട്ട് ചെയ്തിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 1st June 2023 ആണ്. ഇതിന്റെ ശരിക്കും അലോട്ട്മെന്റ് മണി അടക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡേറ്റ് എപ്പോഴാണ്? റിജക്ട് ചെയ്തു. ദ കോൾ മണി. ഓക്കെ. ദ ബാലൻസ് എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെന്റ് വാസ് റിസീവ്ഡ് ഓൺ 15th June. 15th Juneലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പേയ്മെന്റ് കിട്ടുന്നത്. സോ ഇത്രയും എമൗണ്ട്, അതായത് ഈ 10,000 റുപ്പീസ് എക്സ്ട്രാ എമൗണ്ട് അല്ലേ,
ഈ 10,000 എക്സ്ട്രാ എമൗണ്ട് നമ്മൾ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിലേക്ക് കാണിച്ചിട്ടുണ്ട്. ഈ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിലേക്ക് കാണിച്ചിട്ടുള്ളതിന്റെ റീസൺ എന്താ? പ്രോറാറ്റ ബേസിസ് ചെയ്തു. പ്രോറാറ്റ ബേസിസ് ഒക്കെ ചെയ്തു. അപ്പൊ അതിനർത്ഥം നമുക്ക് കൂടുതൽ എമൗണ്ട് മുന്നേ കിട്ടി എന്നല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എന്ന് കാണിക്കുന്നതിന് പകരം ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് എന്ത് ചെയ്യാം? ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് കാണിക്കുന്ന പകരം ടു കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചൂടെ? 10,000 എന്തുകൊണ്ട് കാണിക്കാം? നമുക്ക് അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്തത് അല്ല, അപ്ലിക്കേഷൻ മണീനെ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ എക്സസ് എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓൾട്ടർനേറ്റീവ് ആയിട്ട് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. എന്നിട്ട് ഈ കോൾസ് ഇൻ അഡ്വാൻസ് എവിടെ കാണിക്കാം? ബാങ്ക് അക്കൗണ്ട് അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുന്ന പറഞ്ഞ് കാണിക്കുമല്ലോ, അവിടെ നമുക്ക് എന്ത് ചെയ്യാം? റിവൈസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതാണ് വേറൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ്. തൽക്കാലം ഓൾട്ടർനേറ്റീവ് മെത്തേഡ് അവിടെ നിൽക്കട്ടെ, ഈ എൻട്രി അവിടെ നിൽക്കട്ടെ. ഇനി 1 ജൂൺ 2023 അലോട്ട്മെന്റ് ചെയ്യുന്നത്. അലോട്ട്മെന്റ് കഴിഞ്ഞു. അതിനുശേഷം 15 ജൂൺ 2023 എന്ത് സംഭവിക്കുന്നത്? അലോട്ട്മെന്റിന്റെ ഡ്യൂ എൻട്രി കഴിഞ്ഞ് റിസീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്ന ഡേറ്റ് എപ്പോഴാണ്? 1 ജൂൺ 2023. കാരണം ഈ ഒരു സമയത്താണല്ലോ നമ്മൾ ഷെയർസ് അലോട്ട് ചെയ്യുന്നത്. അലോട്ട്മെന്റ് മണീന്റെ ഡ്യൂ ആവുന്ന ഡേറ്റ് അല്ലെങ്കിൽ എൻട്രീസ് എന്താണ്? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. വീണ്ടും ഞാൻ പറയാണ്, ഇത് ഇക്വിറ്റി ഷെയർസ് ആണ്. സോ ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ, ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്തെന്ന് യൂസ് ചെയ്യണം? ഇക്വിറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതേപോലെ തന്നെ നരേഷന്റെ കാര്യം. എത്ര എമൗണ്ട് ആണ്? 5,000 നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ അലോട്ട് ചെയ്തത്. അതിൽ 30 റുപ്പീസ് ആണ് നമുക്ക് വരുന്ന എമൗണ്ട്. 1,50,000 ഡ്യൂ ആയി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. 1,50,000 നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് ഡ്യൂ ആയിട്ടുണ്ട്. അത് എവിടെ കിട്ടും? അലോട്ട്മെന്റ് മണി ഡ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ടായിരുന്നു, എഫ് കോളം. ഈ എഫ് കോളത്തിൽ 75,000 പ്ലസ് 75,000 എഴുതിയാൽ എന്ത് കിട്ടും? 1,50,000 കിട്ടും. ഈ 1,50,000 ആണ് നമ്മൾ ഡ്യൂ ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഡ്യൂ ആയിട്ട് എഴുതി. നെക്സ്റ്റ് 15 ജൂണിലാണ് നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്കാണല്ലോ പേയ്മെന്റ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. എത്ര എമൗണ്ട് ബാങ്കിലേക്ക് വരുള്ളൂ? 1,50,000 വരുമോ? ഇല്ല, 1,40,000 നമ്പർ 1,40,000 റുപ്പീസ് മാത്രമേ വരുള്ളൂ. എന്തുകൊണ്ട് 1,40,000 റുപ്പീസ് മാത്രം വരുന്നത്? നമ്മൾ ഈ ഒരു വർക്കിംഗ് നോട്ട് നോക്കിയാൽ 10,000 ഇവിടെ എക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി 65,000 പ്ലസ് 75,000 മൊത്തം 1,40,000 റുപ്പീസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ 1,40,000 റുപ്പീസ് നമുക്ക് ഇവിടെ കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം ഓൾട്ടർനേറ്റീവ് പറഞ്ഞില്ലേ, ഈ ഒരു എൻട്രി വരുന്നത് എപ്പോഴായിരിക്കും? ഈ റോസ് ആയിട്ടുള്ള എൻട്രി ആണ് നമ്മൾ ചെയ്തതെങ്കിൽ ഈ ഒരു മോഡലാണ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു എൻട്രീസ് വരാം. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെയിം കളർ തന്നെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ യെല്ലോ മോഡലിലാണെങ്കിലോ? യെല്ലോ മോഡലിൽ പ്രത്യേകത എന്താ? നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഈ ഒരു ക്വസ്റ്റനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് അല്ലാതെ ഈ ഒരു റോസ് കളറാണ് നമ്മൾ ഹൈലൈറ്റ് നോക്കുകയാണെങ്കിൽ 10,000 നമ്മൾ എന്ത് ചെയ്തു? ഷെയർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്തു. 2 അല്ല ചെയ്തിട്ടില്ലേ? ക്രെഡിറ്റ് ചെയ്തു. നമ്മളിവിടെ ഡെബിറ്റ് ചെയ്ത് എത്ര ഷെയർ അലോട്ട്മെന്റ്? 1,50,000 ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡെബിറ്റ് ചെയ്തത് 1,50,000. സോ 1,50,000 മൈനസ് 10,000 എന്ന് പറഞ്ഞാൽ എത്രയായി? ബാക്കി 1,40,000 റുപ്പീസ് മാത്രമേ ഡെബിറ്റിൽ ഉണ്ടാവുള്ളൂ. നമ്മൾ പിന്നീട് ആ എമൗണ്ട് റിസീവ് ചെയ്ത സമയത്ത് ഷെയർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്ന എത്രയാണ്? 1,40,000 അവിടെ ക്യാൻസൽ ആയി. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ആണ് നമ്മൾ ക്രെഡിറ്റ് നേരത്തെ ചെയ്തത് എങ്കിൽ ഇവിടെ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട് വരില്ലല്ലോ. ഇല്ല, അങ്ങനെയാണെങ്കിൽ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്ര എമൗണ്ട് ആണ് വരുന്നത്? 1,50,000 റുപ്പീസ് ഡെബിറ്റിൽ വന്നു. 1,50,000 ഡെബിറ്റ് വന്നാൽ ക്രെഡിറ്റ് നമ്മൾ എത്ര തന്നെ ചെയ്യണം? 1,50,000 തന്നെ ക്രെഡിറ്റ് ചെയ്യണമല്ലോ. ആണ്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ഈ ഒരു എമൗണ്ട് വന്നു. ഓക്കെ, ഡൺ. അതുപോലെ തന്നെ ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിലേക്ക് 1,40,000 അല്ല വരാം. സെക്കൻഡ് മെത്തേഡ് ആണെങ്കിൽ എത്ര എമൗണ്ട് തന്നെ വരണ വരും? 1,50,000 റുപ്പീസ് ആയതുകൊണ്ട് തന്നെ ഓൾട്ടർനേറ്റീവ്ലി ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ട് വരും? 1,50,000 റുപ്പീസ് വരും. എന്തുകൊണ്ടാണ് 1,50,000 റുപ്പീസ് ഇവിടെ വരുന്നത്? കാരണം മുകളിൽ നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്ന സമയത്ത്
ഇത് യെല്ലോ കളറിലല്ല നമ്മൾ നേരത്തെ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1,50,000 റുപ്പീസ് തന്നെ നമുക്ക് ഇവിടെ ക്രെഡിറ്റ് വരികയും അഡീഷണൽ ആയിട്ട് നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ട്. ഏത് അക്കൗണ്ടാ? കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെബിറ്റഡ് 10,000. ഇതും എന്തായിരിക്കും? അഡീഷണൽ ആയിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നൊരു എൻട്രി ആയിരിക്കും. നേരത്തെ സിറ്റുവേഷനിലാണെങ്കിൽ ഇങ്ങനെ എന്തില്ല, ഒരു അഡീഷണൽ എൻട്രിയോ അല്ലെങ്കിൽ അഡീഷണൽ അക്കൗണ്ടോ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആണെങ്കിൽ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 10,000 റുപ്പീസ് എക്സസ് എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അന്നേരം നമ്മൾ എന്ത് ചെയ്തു? ആ അക്കൗണ്ടിലേക്ക് കാണിച്ചു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാങ്കിലേക്ക് എമൗണ്ട് തരുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് 1,40,000 എന്ന് വെച്ച് കാണിച്ചാൽ നമ്മൾ എന്തായി? എൻട്രീസ് കഴിഞ്ഞു. പക്ഷേ അതിന് പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് ആണ് നേരത്തെ ക്രെഡിറ്റ് ചെയ്തത് എങ്കിൽ നമുക്ക് പ്രശ്നമാണ്. എന്താ? ഈ കോൾസ് ഇൻ അഡ്വാൻസ് നമ്മൾ എന്ത് ചെയ്യണം? പിന്നീട് ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ 1,40,000 റുപ്പീസ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ആ ബാക്കി 10,000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം? കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യുകയും പിന്നെ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 1,50,000 റുപ്പീസ് തന്നെ നമ്മൾ ക്രെഡിറ്റ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ? അക്കൗണ്ട് ടാലി ആയിട്ട് പോവുള്ളൂ. ഇതാണ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറൊരു ജേർണൽ എൻട്രി. ഇത് നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഈ രണ്ട് മോഡൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് മോഡൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആൻസർ വന്നിട്ടുണ്ട്. ഇവിടെ ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. 15th ജൂണിലാണ് എന്ത് ചെയ്യുന്നത്? അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുന്നത്. അതാണ് ആക്ച്വൽ ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇനി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫസ്റ്റ് കോളിന്റെ എമൗണ്ട് ഡ്യൂ ആവുന്നു, ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുന്നു, അതിന്റെ ഇടയിൽ ഒരു കോൾസിന് അരിയേഴ്സ് വരുന്നു. അത് ഓൾറെഡി നമ്മൾ മുന്നേ ചെയ്തതാണ്. സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് ഫൈനൽ കോൾ മണി ഡ്യൂ ആവുന്നു, അവിടെയും നമുക്കൊരു കോൾസിന് അരിയേഴ്സ് വരുന്നു. ഓക്കെ, ഇത്ര എൻട്രീസ് മാത്രമാണ് നമുക്ക് പെൻഡിങ് ഉള്ളത്. നമുക്ക് കോൾസിൻ ഫസ്റ്റ് കോളിന്റെ പേയ്മെന്റ് ഡ്യൂ ആവുന്ന ഡേറ്റ് പറയുന്നത് 1 ജൂലൈയും ഫൈനൽ കോളിന്റെ എമൗണ്ട് ഡ്യൂ ആവുന്നത് 1 ഓഗസ്റ്റ് ആണ്. സോ 1 ജൂലൈ 2023 ഫസ്റ്റ് കോളിന്റെ ഡ്യൂ ആണ്. ഡ്യൂ ആവുന്നതിന്റെ ജേർണൽ എൻട്രി എന്താ? ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ തമ്പ് റൂള് ഓർമ്മിക്കുക. കോൾസിന്റെ അരിയേഴ്സും കോൾസിന്റെ അഡ്വാൻസും എപ്പോൾ മാത്രമേ വരുള്ളൂ? ബാങ്കിലേക്ക് എമൗണ്ട് റിസീവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ മാത്രമേ വരുള്ളൂ. മുകളിൽ പറഞ്ഞിട്ടുള്ളത് ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ്. ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. നോർമലി അധിക ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെയാണ്, ആ പിങ്ക് കളറിലുള്ള മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. മറ്റേത് ചില ക്വസ്റ്റ്യനിൽ അങ്ങനെ ഓൾട്ടർനേറ്റീവ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ അങ്ങനെയും ചെയ്യാം എന്നുള്ള കാര്യം പറയാനാണ്. അപ്പോൾ ഇവിടെ പറയുന്ന കോൾസിന് അരിയേഴ്സ് അല്ലെങ്കിൽ കോൾസിന് അഡ്വാൻസ് നോർമലി വരാറുള്ളത് ബാങ്കിന്റെ പേയ്മെന്റിന് അനുസരിച്ചിട്ടായിരിക്കും, അല്ലാതെ ഡ്യൂ സമയത്തല്ല. ഡ്യൂ സമയത്ത് നമുക്ക് അറിയില്ല എത്ര ആൾക്കാരാണ് പേയ്മെന്റ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. സോ ഫസ്റ്റ് കോൾ എമൗണ്ട് നമ്മൾ എത്രയാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്? 5,000 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു 20 റുപ്പീസ് ആണ് നമുക്ക് വരേണ്ട എമൗണ്ട്, ഡ്യൂ എമൗണ്ട് 1 lakh റുപ്പീസ്. നമ്മൾ 1 lakh റുപ്പീസ് ഡ്യൂ എഴുതി. ലാസ്റ്റ് പേയ്മെന്റ് ചെയ്യേണ്ട ഡേറ്റ് 31st ജൂലൈ ആണ്. സോ 31st ജൂലൈ 2023 ബാങ്കിലേക്ക് എമൗണ്ട് വരും. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. എത്ര എമൗണ്ട് ആണ് ബാങ്കിലേക്ക് വരുന്നത്? 4,850 ഇൻറ്റു ₹20. എവിടുന്ന സാറേ 4,850 കിട്ടിയ? ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 150 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡർ, 150 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡർ ഫസ്റ്റ് കോൾഡ് എമൗണ്ട് പേയ്മെന്റ് ചെയ്യുന്നില്ല, പകരം ആ എമൗണ്ട് ഫൈനൽ കോൾഡ് കൂടിയാണ് തരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 4,850 ഇൻറ്റു 20 97,000 റുപ്പീസ് മാത്രമേ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവും. പക്ഷെ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്യേണ്ട എത്ര എമൗണ്ട് ആണ്? 1 lakh റുപ്പീസ്. അപ്പൊ ബാക്കി എമൗണ്ട് അടുത്തേക്ക് പോകും. തന്നെ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് 150 ഇൻറ്റു ₹20 എത്ര വരാം? 3,000. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ജേർണൽ എൻട്രി ഫൈനൽ കോൾ എമൗണ്ടിന്റെ ഡ്യൂ, അതുപോലെ തന്നെ ഫൈനൽ കോൾ എമൗണ്ടിൽ ഒരു റിസീവബിൾ ഉണ്ടാവും. ആ റിസീവബിളിന്റെ സമയത്ത് രണ്ട് പ്രത്യേകത ഉണ്ട്. ഒന്ന്, നേരത്തെ നമുക്ക് തരാതിരുന്ന 150 നമ്പർ ഓഫ് ഷെയർസിന്റെ എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ്. രണ്ടാമത്തെ സിറ്റുവേഷൻ, കോൾസിൻ അരിയേഴ്സിന്റെ എമൗണ്ട് നമുക്ക് ഡ്യൂ ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഇയർ എൻഡിൽ നമ്മളൊരു ഇൻട്രസ്റ്റ് ഡ്യൂവും കൂടി റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എപ്പോഴാണ് നമുക്ക് ഫൈനൽ കോളിന്റെ എമൗണ്ട് ഡ്യൂ ആവുന്നത്? 1 ഓഗസ്റ്റിൽ. 1 ഓഗസ്റ്റ് 2023 ഡ്യൂ ആവുന്ന സമയത്ത് നമുക്ക് കോൾസിൻ അരിയേഴ്സോ കോൾസിൻ അഡ്വാൻസോ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ ജേർണൽ എൻട്രി വിൽ ബി ഫൈനൽ കോൾ ഷെയർ ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ
account debited to share capital account. 5,000 number of shares ആണ് ഇഷ്യൂ ചെയ്തത് ഇൻറ്റു ₹30. 1,50,000 ആണ് ഫൈനൽ കോൾഡ് എമൗണ്ട് ഡ്യൂ ആവുന്നത്. എപ്പോഴാണ് ലാസ്റ്റ് പേയ്മെന്റ് ഡേറ്റ് വരുന്നത്? 30th August. സോ 30th Augustലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് റിസീവ് ചെയ്യുക. എന്തിന്റെ പേയ്മെന്റ്? ഫൈനൽ കോളിന്റെ എമൗണ്ടിന്റെ പേയ്മെന്റ്. ഒന്നാമത്തെ എമൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ്. നമുക്ക് എത്ര എമൗണ്ട് ആണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് കിട്ടുന്നത്? 5,000 നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത്. അത്രയും എമൗണ്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. 4,900 നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ₹30 മാത്രമേ നമുക്ക് ബാങ്കിലേക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി 100 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡർ ഫൈനൽ കോൾ എമൗണ്ട് തരുന്നില്ല. അപ്പൊ പഴയ മറ്റേ ചങ്ങായി എന്ത് ചെയ്യുന്നുണ്ട്? എമൗണ്ട് തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1,47,000 റുപ്പീസ് നമുക്ക് തരുന്നുണ്ട്. കൂടാതെ മുമ്പ് നമുക്ക് ഒരു 150 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ചങ്ങായി ഇൻറ്റു എത്ര എമൗണ്ട് ആയിരുന്നു നമ്മൾ നേരത്തെ കോൾസിന് അരിയാസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇൻറ്റു 20, അതായത് 3,000 റുപ്പീസ്. ഈ എമൗണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്കിലേക്ക് വരുന്നുണ്ട്. എലോങ് വിത്ത് ഇൻട്രസ്റ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ മൊത്തം 1,50,000 റുപ്പീസ് നമുക്ക് ഇവിടെ കിട്ടി എന്ന് നമുക്ക് എടുക്കാം. ഈ 1,50,000 റുപ്പീസ് എന്ന് പറയുന്നത് 5,000 ഇൻറ്റു 30 ആണോ? അല്ല. 4,900 റുപ്പീസും ഇൻറ്റു 30 റുപ്പീസ് 1,47,000 പ്ലസ് മുന്നേ നമുക്ക് തരാനുണ്ടായിരുന്ന കോൾസിൻ അരിയേഴ്സിന്റെ എമൗണ്ട് ആണ് 30 റുപ്പീസ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത്. ഈ ടോട്ടൽ എമൗണ്ടിന്റെ ആ ഒരു ബ്രേക്കപ്പ് ഇവിടെ കൊടുത്തതേ ഉള്ളൂ. മൊത്തം നമുക്ക് കിട്ടുന്നത് 1,50,000 ആണ്. ഇത് കൂടാതെ നമുക്കൊരു ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടുന്നുണ്ട്. അവിടെ പെൻഡിങ് വെക്കാം. 2 ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ടിലേക്ക് എത്ര എമൗണ്ട് വരുന്നത്? ഇവിടെ 1,50,000. പക്ഷെ 1,50,000 റുപ്പീസും നമുക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഒരു കോൾസിന് അരിയേഴ്സ് വരുന്നുണ്ട്. ഏത് കോൾസിന് അരിയേഴ്സ്? 1,47,000 മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി കോൾസിൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന 3,000 റുപ്പീസ് ബാക്കിയുണ്ട്. അതേപോലെ തന്നെ മുന്നേ ഉള്ള കോൾസിൻ അരിയേഴ്സ് 2 കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ട് നമുക്ക് കാണിക്കേണ്ടതായിട്ടുണ്ട് 3,000. ഇങ്ങനെ എഴുതിയപ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ലേ? ഒന്നും മനസ്സിലാവാണ്ടായില്ലേ? കിളിപോയില്ലേ? തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ. സോ ഈ എൻട്രീസ് നിങ്ങൾ മറക്കണമെന്നില്ല, അത് അവിടെ വെക്കാം. ഓൾട്ടർനേറ്റീവ്ലി ഒന്നിച്ച് ഇങ്ങനെയൊക്കെ എഴുതുന്നതിന് പകരം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എഴുതാം. അതാകുമ്പോൾ കൂടുതൽ നമുക്ക് അറിയും. സോ 30th August 2023 ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള എമൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് എത്രയാ? 4,900 ഇൻറ്റു 30. ഇപ്പൊ ഓക്കെ ആയില്ലേ? 1,47,000. 1,50,000 ആയിരുന്നു നമുക്ക് കിട്ടേണ്ട എമൗണ്ട് ഫൈനൽ കോള്. പക്ഷെ ബാങ്കിലേക്ക് കിട്ടിയത് 4,900 റുപ്പീസിന്റെ നമ്പർ ഓഫ് ഷെയർസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കാരണം എന്താ? 100 നമ്പർ ഓഫ് ഷെയർസിന്റെ ഹോൾഡ് ചെയ്യുന്ന ആൾ പേയ്മെന്റ് തന്നിട്ടില്ല. ഫൈനൽ കോൾ ശരിക്കും നമ്മൾ എത്ര എമൗണ്ട് കാണിക്കേണ്ടത്? 1,50,000 നമ്പർ ഓഫ് ഷെയർസ്, 1,50,000 റുപ്പീസിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ കോൾസിന് അരിയേഴ്സ് വന്നു. ഇത് ഏതാണ്? 100 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആള് 30 രൂപ തന്നിട്ടില്ല, 3,000. ഈ എൻട്രി ഓക്കെ, ഖത്തം. രണ്ടാമത്തെ ഖത്തം എന്താ? മുന്നേ 150 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ചങ്ങായി ഇപ്പൊ നമുക്ക് ആ പേയ്മെന്റ് ഫൈനൽ കോളിന്റെ പേയ്മെന്റിന്റെ കൂടെ തന്നെ തന്നിട്ടുണ്ട്, എലോങ് വിത്ത് ആൻ ഇൻട്രസ്റ്റ് ഓഫ് 5%. അങ്ങനെയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു കോൾസ് ഇൻ അരിയേഴ്സ് എത്ര എമൗണ്ടാ? 3,000. ഈ 3,000 ഏത് കോൾസിന് അരിയേഴ്സ് ആണ്? മുകളിൽ കൊടുത്തിട്ടുള്ളതാണോ? അല്ല. പിന്നെ ഏത് എമൗണ്ടാ? ഇതിന്റെ മുകളിൽ 150 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡർ ചെയ്യുന്ന ഒരാള് 20 റുപ്പീസ് തന്നിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന ഈ ഒരു എമൗണ്ട് ആണ്. അല്ല, ഈ ഒരു എമൗണ്ട് അല്ല, തൊട്ട് മുന്നേ അത് ഓൾട്ടർനേറ്റീവ് എൻട്രി പറഞ്ഞല്ലേ. ഈ ഒരു എൻട്രി ആണ്, ഈ ഒരു എമൗണ്ട് ആണ് നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള 3,000. ആ 3,000 നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന്റെ കൂടെ അഡീഷണൽ ആയി നമുക്ക് വരുന്ന ഒരു എൻട്രി കൂടി ഉണ്ട്. എന്താ?
ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് വിത്ത് 5% per annum. ഈ ഒരു എമൗണ്ട് മാത്രമാണോ? അല്ല എന്ന് പറഞ്ഞു. ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ്. ഈ രണ്ട് എമൗണ്ടും കൂടിയല്ലേ നമ്മൾ ബാങ്ക് എമൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവുക. എത്ര എമൗണ്ട് ആണ് കോൾസ് ഇൻ അരിയേഴ്സിലേക്ക് വരേണ്ടത്? 3000 ആയിരുന്നു എമൗണ്ട്. ഇൻറ്റു എത്ര മാസമാണ് ഡിലേ വരുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് കോള് അടയ്ക്കേണ്ട ഡ്യൂ പേയ്മെന്റ് എന്ന് പറയുന്നത് 31 ജൂലൈ ആണ്. ഡ്യൂ വരുന്നത് അല്ലെങ്കിൽ പേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴായിരുന്നു? 1 ജൂലൈ ആയിരുന്നെങ്കിലും ലാസ്റ്റ് പേയ്മെന്റിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 31 ജൂലൈ ആണ്. സോ 31 ജൂലൈ കഴിഞ്ഞു. പിന്നെ നമുക്ക് എമൗണ്ട് പേയ്മെന്റ് ചെയ്യുന്നത് എപ്പോഴാണ്? 30th ഓഗസ്റ്റ്. സോ 31 ജൂലൈ കഴിഞ്ഞു. പിന്നെ ഓഗസ്റ്റ്, അതായത് 1 month ഡിലേ ആണ് ചെയ്തിട്ടുള്ളത്. 3000 ഇൻറ്റു 5% ഇൻറ്റു 1/12 ആയിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ട്. അത് എത്രയാ? 5% ഇൻറ്റു 1/12, അതായത് 12.5 ആയിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ട്. ഈ ഇൻട്രസ്റ്റ് എമൗണ്ടും പ്ലസ് മുന്നേ വന്നിട്ടുണ്ടായിരുന്ന കോൾസ് ഇൻ അരിയേഴ്സ് എമൗണ്ടും, ഈ രണ്ട് എമൗണ്ട് ആയിരിക്കും നമ്മളെ ബാങ്കിലേക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക. 3,12.5. ഓക്കെ, ഡൺ. കൂടാതെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് എപ്പോഴാ? 31 ഒക്ടോബർ 2023 ഫൈനൽ കോൾ ആയിട്ടുണ്ടായിരുന്ന 100 നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡിംഗ് ചെയ്തിട്ടുള്ള ഒരു ഷെയർ ഹോൾഡർ ഇതുവരെ പേയ്മെന്റ് തന്നിട്ടില്ല. അപ്പൊ അത്രയും സമയം വരെയുള്ള ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സും കൂടി നമ്മളിവിടെ റെക്കോർഡ് ചെയ്യണം. സോ ജേണൽ എൻട്രി വിൽ ബി ഷെയർ ഹോൾഡർ. നമുക്ക് അയാൾ പേരറിയല്ലോ, ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത്? അയാൾ അത്രയും എമൗണ്ട് അക്രൂ ആയിട്ടുണ്ട്, ഇൻട്രസ്റ്റ് എമൗണ്ട്. അതുകൊണ്ട് 2 ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ്. എത്രയാണ് കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ട് ഇൻട്രസ്റ്റ് കാണിക്കേണ്ടത്? എമൗണ്ട് 3000 ആണ്. എപ്പോഴാണ് ഈ 3000 ഡ്യൂ ആവുന്നത്? ഫൈനൽ കോളിന്റെ ഡ്യൂ പേയ്മെന്റ് എന്ന് പറയുന്നത് 30th ഓഗസ്റ്റ് ആണ്. ഇവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നത് 31 ഒക്ടോബറിലാണ്. സോ ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ 1 മാസം, ഒക്ടോബർ 2 മാസം. സോ ഇൻറ്റു 5% ഇൻറ്റു 2/12. ഇതാണ് നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട്. 3000 ഇൻറ്റു 5% ഇൻറ്റു 2/12. 25 rupees ആണ് നമുക്ക് ഡ്യൂ ആയിട്ട് വരാം. ഈ ഒരു ഡ്യൂ എൻട്രിയും കൂടി എഴുതിയാൽ നമ്മൾക്ക് എന്തായി? കുശാലായി ജേണൽ എൻട്രീസ് കഴിഞ്ഞു. ഡൺ. ഇത്രയും ജേണൽ എൻട്രീസ് ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ജേണൽ എൻട്രീസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിച്ചു നോക്കുക. എന്നിട്ട് ആൻസറും കൂടി നമ്മൾ ഒന്നിച്ചാണല്ലോ ആൻസർ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ ഒന്നിച്ച് എഴുതിയിട്ടുള്ള ആൻസറും കമ്പയർ ചെയ്യാം. എന്നിട്ട് എവിടെയൊക്കെയാണ് ഡിഫറൻസസ് വന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു ഞാൻ തിരുത്തി തരാം. ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ ആൻസർ ചെയ്തതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്, അല്ലെങ്കിൽ തെറ്റുണ്ട്. ആ തെറ്റ് എന്താണെന്ന് പറയാം. ഒന്ന് തെറ്റല്ല. ഒന്നാമത്തെ കാര്യം ക്യാഷ് ബുക്കും ജേണൽ എൻട്രീസ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ ക്യാഷ് ബുക്കും ജേണൽ എൻട്രീസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? പ്രാക്ടീസ് വർക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളത് ജേണൽ എൻട്രീസ് മാത്രമാണ്. പകരം നിങ്ങൾ എന്ത് ചെയ്യാം? ക്യാഷ് ബുക്കും ജേണൽ എൻട്രീസും ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? പ്രാക്ടീസ് വർക്കായിട്ട് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. രണ്ടാമത്തെ കാര്യം, ഇത് ഓക്കെ, ജേണൽ എൻട്രി, ഇവിടെ ജേണൽ എൻട്രി ഉണ്ടാവും. ബാങ്ക് പേയ്മെന്റ് വരുന്ന സമയത്ത് എവിടെ ഉണ്ടാവും? ക്യാഷ് ബുക്കിൽ ഉണ്ടാവും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതിന് മുന്നേ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ഒരു ഷെയർ അലോട്ടഡ് ആൻഡ് അമൗണ്ട് അഡ്ജസ്റ്റഡ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്തിരിക്കണം. പിന്നെ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് റീഫണ്ടബിൾ അല്ല. റീഫണ്ടബിൾ എന്ന് പറയുന്നത് ഈ എമൗണ്ട് ആണ്, 10,000. ഈ ഒരു കാര്യം തിരുത്താം. റീഫണ്ടബിൾ എന്ന് നേരത്തെ 50,000 ആണ് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അത് തെറ്റാണ്. ശരിക്കും ഇത് ഇവിടെയാണ് വരേണ്ടിയിരുന്നത്. ഓക്കെ, ബാക്കി അതിലൊരു സ്റ്റേറ്റ്മെന്റിൽ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റത്തെ ജേണൽ എൻട്രി വരുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നതല്ലേ? 1,20,000 rupees അല്ലേ? ഓക്കെ, നമ്മൾ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് എൻട്രി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ക്യാഷ് ബുക്കിൽ കാണിച്ചു. ബാക്കി എമൗണ്ട് ഷെയർ അപ്ലിക്കേഷൻ എമൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അലോട്ട് ചെയ്യുന്ന സമയത്തുള്ള കാണിച്ചു. ഷെയർ അപ്ലിക്കേഷൻ എമൗണ്ട് ഷെയർ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് 1 lakh നമ്പർ ഓഫ് ഷെയർസ് കാണിച്ചു. 10,000 നമ്പർ ഓഫ് ഷെയർസ് എവിടത്തേക്ക് പോയി? 10,000 rupees എവിടത്തേക്ക് പോയി? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ടിലേക്ക് പോയി. ഓൾട്ടർനേറ്റീവ്ലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 2 calls in അഡ്വാൻസ് എന്നുള്ള ഒരു എൻട്രി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ജേണൽ എൻട്രി നമ്മൾ കാണിക്കാം. ബാക്കി 10,000 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റീഫണ്ട് ചെയ്തു. റീഫണ്ട് ചെയ്യുമ്പോൾ ഉള്ളത് എവിടെ പോയി? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്തേക്ക് പോയി. ഈ ഒരു എൻട്രി ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് 10,000 rupees റീഫണ്ട് ചെയ്യുന്നത്. കാരണം ബാങ്ക് വന്നല്ലോ, ബാങ്ക് വന്നത് ക്യാഷ് ബുക്കിൽ കാണിച്ചു. അതൊക്കെ അങ്ങനെയുള്ളതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ പോയി. സെക്കൻഡ് ജേണൽ എൻട്രി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡ്യൂ ആണെന്ന് എൻട്രി ചെയ്തി. പിന്നെ പേയ്മെന്റ് കിട്ടുന്നത് എവിടെ ഉണ്ടാവുക?
ഇവിടെ ഉണ്ടോ? 15th ജൂണിന് എന്നിട്ട് പേയ്മെന്റ് കിട്ടി 1,40,000. എന്തുകൊണ്ടാണ് 1,40,000? നമ്മൾ വർക്കിംഗ് നോട്ടിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു 10,000 എക്സസ് ആയതുകൊണ്ടാണ് 1,40,000. അതും കഴിഞ്ഞു. പിന്നീട് വരുന്ന ജേണൽ എൻട്രി നമ്മൾ ഫസ്റ്റ് കോൾ എമൗണ്ട് ഡ്യൂ ആയിട്ട് കിട്ടുന്ന എമൗണ്ട് എവിടെ വരാം? ക്യാഷ് ബുക്കിൽ 4,850 നമ്പർ ഓഫ് ഷെയർസ് ആണ് കിട്ടിയത്. അത് കാണിച്ചു. അവിടെ കോൾസ് ഇൻ അരിയേഴ്സ് വന്നു. പിന്നെ കോൾസ് ഇൻ അരിയേഴ്സിന്റെ അക്കൗണ്ടിന്റെ എൻട്രി ഇതോ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം 31st ജൂലൈയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഡ്യൂ അല്ലെങ്കിൽ കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ട് വരുന്നത്. ആ ഒരു ഡേറ്റിലാണ് ശരിക്കും നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ടിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇവിടെ ഡേറ്റ് 1st ഓഗസ്റ്റിനാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് 31st ജൂലൈ ആണ്. ഇനി 1st ഓഗസ്റ്റ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, 1 ഡേ കഴിഞ്ഞിട്ട്. അപ്പൊ ഇതാണ് ഡ്യൂ എൻട്രി, കോൾസ് ഇൻ അരിയേഴ്സിന്റെ എൻട്രി. കാരണം കോൾസ് ഇൻ അരിയേഴ്സിൽ പറയുന്ന എൻട്രി ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ക്യാഷ് ബുക്കിൽ വരാത്തത്. പക്ഷെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നതിന് ശേഷം നമുക്ക് എന്താ അറിയുള്ളൂ? കോൾസ് ഇൻ അരിയേഴ്സ് അറിയത്തുള്ളൂ. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ഫൈനൽ കോൾ നമ്മൾ ഡ്യൂ എഴുതിയിട്ട് എവിടെ നമുക്ക് റിസീവ് ചെയ്യുന്നത്? ഇവിടെ റിസീവ് ചെയ്തു 1,47,000. കാരണം 4,900 റുപ്പീസിന്റെ എമൗണ്ട്, നമ്പർ ഓഫ് ഷെയർസിന്റെ എമൗണ്ട് മാത്രമേ ഫൈനൽ കോൾ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഡൺ. കൂടാതെ കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ട് നമുക്ക് 3,000 റുപ്പീസിന്റെ കോൾസ് ഇൻ അരിയേഴ്സ് നമുക്ക് 30th ഓഗസ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ നമുക്ക് ഒരു 3,000 റുപ്പീസിന്റെ എമൗണ്ടും കൂടി. ഏത് എമൗണ്ടാ? 1st സെപ്റ്റംബറിന് വേറെ 30th ഓഗസ്റ്റിൽ തന്നെ കൊടുക്കുക. അതാണ് ബെറ്റർ. ഈ കോൾസ് ഇൻ അരിയേഴ്സിന്റെ മോഡലുള്ള ഇൻട്രസ്റ്റ് ഇവിടെ ചെയ്തിട്ടുള്ള കാൽക്കുലേഷനിൽ ചെറിയ പ്രശ്നമുണ്ട്. ഇത് 2 months അല്ല, 1 month ആണ്. സോ 1 month ആയിട്ട് എടുക്കുന്ന സമയത്ത് 3,000 into 5% into 1/12. ഇതാണ് ശരിക്കും ആൻസർ വരാം. 25 അല്ല, പകരം 12.5 ആണ്. ഇതാണ് വരുന്ന എൻട്രി, അല്ലെങ്കിൽ ഇതാണ് നമുക്ക് വരേണ്ട എൻട്രി ആണെങ്കിലും എമൗണ്ട് 25 റുപ്പീസ് അല്ല വരുന്നത്, 25 റുപ്പീസ് അല്ല. കാരണം നമ്മളിവിടെ ഇൻട്രസ്റ്റ് എടുക്കുന്ന 5% ആണ്. അത് ഓക്കെ. പക്ഷെ ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യേണ്ട ഡേറ്റ് 31st ജൂലൈ ആണല്ലോ. അതെ, നമുക്ക് എപ്പോഴാണ് പേയ്മെന്റ് കിട്ടുന്നത്? 30th ഓഗസ്റ്റിൽ. സോ 31st ജൂലൈ മുതൽ, അത് ഓഗസ്റ്റ് 1 ഓഗസ്റ്റ് കഴിഞ്ഞല്ലോ. 30th ഓഗസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് കിട്ടില്ലേ? 1 month ഡിലേ മാത്രമേ ഉള്ളൂ, 2 month ഡിലേ ഇല്ല. അത് തെറ്റാണ്, നിങ്ങൾ എന്ത് ചെയ്യാം? തിരുത്താം. അതേപോലെ ഇവിടെയും ഡ്യൂ എൻട്രി ചെയ്തിട്ടുണ്ട് 30th ഓഗസ്റ്റിൽ തന്നെ. ഡ്യൂ എൻട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് 25 റുപ്പീസ്. നമ്മൾ നേരത്തെ ഡ്യൂ എൻട്രി ചെയ്താൽ ഡയറക്റ്റ് ബാങ്കിലേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ 25 റുപ്പീസ് അല്ല, എത്രയാണ് വരാം? ഇവിടെയും 3,000 എന്നുള്ളത് 300 ആണോ? അല്ല, 3,000 ആണ്. അറ്റ് 5% ആണ്. ഫോർ 2 months അല്ല, 1 month ആണ്. അസ്യൂംഡ് പേയ്മെന്റ് മെയ്ഡ് ഓൺ 30th August 2023. 30th August 2023 പേയ്മെന്റ് ചെയ്തെന്നുള്ള അസംഷൻ എങ്കിൽ 30th August 2023 തന്നെയല്ലേ ഇവിടെയും ഡേറ്റ് വരേണ്ടത്. പിന്നെ തന്നെ ഇവിടെ തെറ്റിച്ച് ഇവിടെയും 30th August 2023 തന്നെയാണ് വരേണ്ടത്. ടെക്സ്റ്റ് ബുക്കിലുള്ള തെറ്റാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാം? തിരുത്താം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡ്യൂ എൻട്രി ഫോർ റിമൈനിങ് കോൾസ് ഇൻ അരിയേഴ്സ്. ഈ ഒരു എൻട്രിയിൽ ഈ കോൾസ് ഇൻ അരിയേഴ്സ് നിങ്ങൾക്ക് എന്താ 30th August 2023 എന്ന് ചെയ്താൽ മതി. കാരണം ആ ഒരു ഡേറ്റ് അസംഷൻ എടുത്താൽ മതി. ലാസ്റ്റത്തെ എമൗണ്ട് 4,900 നമ്പർ ഓഫ് ഷെയർസ് ആണ് കിട്ടിയത്. അതിൽ 100 into 30 റുപ്പീസ് ഉണ്ടല്ലോ. ഈ 3,000 റുപ്പീസ് കോൾസ് ഇൻ അരിയേഴ്സ് ഫൈനൽ ആയിട്ട് വരുന്നുണ്ട്. ആ കോൾസ് ഇൻ അരിയേഴ്സ് 31st October ആവുന്നത് വരെ പേയ്മെന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്യൂ എൻട്രി ചെയ്തതെന്ന് പറഞ്ഞായിരുന്നു. ആ ഡ്യൂ എൻട്രി ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് 3,000 into 5% into 2/12. ഇവിടെ 2/12 തന്നെയാണ്. ഇവിടുത്തെ 25 റുപ്പീസ് എന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ മുകളിലുള്ളത് 25 റുപ്പീസ് അല്ല, 12.5 ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാം? തിരുത്താം. ഓക്കെ, ഈ ഇല്ലുസ്ട്രേഷൻ 11 സെറ്റ് ആണ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 12 എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു കൺസെപ്റ്റും കൂടി അറിയേണ്ടതായിട്ടുണ്ട്. എന്താ? ഫോർ ഫീച്ചർ ഓഫ് അക്കൗണ്ടിങ്. ഫോർ ഫീച്ചർ ഓഫ് അക്കൗണ്ടിങ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ നെക്സ്റ്റ് ലെക്ചർ. നമുക്ക് അടുത്ത ലെക്ചറിൽ എന്ത് ചെയ്യാം? ഫോർ ഫീച്ചർ ഓഫ് അക്കൗണ്ടിങ് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഇല്ലുസ്ട്രേഷൻ നമ്പർ 12 പിന്നെ ബാക്കിയുള്ള ഇല്ലുസ്ട്രേഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.